ഇതിൽ ഞങ്ങളുടെ കുടുംബത്തിലൊരു കുട്ടി ആക്രമിക്കപ്പെട്ടു, ഞങ്ങളുടെ കുടുംബത്തിൽ മറ്റൊരംഗത്തെ അതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ മറ്റു കുടുംബാംഗങ്ങൾക്കുണ്ടാകാവുന്ന ഒരു മാനസിക സംഘർഷം മനസ്സിലാവുന്നു. അപ്പോൾ അത്തരം ഒരു മാനസിക സംഘർഷം അനുഭവിക്കുന്നതാണ് ഞങ്ങളെല്ലാവരും. അല്ലാതെ ഇതിൽ ഞങ്ങൾക്ക് സന്തോഷിക്കാനില്ല. ആ കേസിൽപ്പെട്ട് ഒരു നടൻ അവിടെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ താങ്കൾ അവിടെ എത്തിയത് ശരിയായ ഒരു നടപടിയായിരുന്നോ? എനിക്കതിന് ശരിയായിട്ട് തോന്നുന്നില്ല. കാരണം അപ്പോൾ ആ നടനെ കുറ്റവാളിയാണെന്ന് ആരും ചിത്രീകരിച്ചിട്ടില്ല. ചോദ്യം ചെയ്യപ്പെടുന്നു ഉച്ച മുതൽ 13 മണിക്കൂർ ചോദ്യം ചെയ്യപ്പെട്ടിട്ട് ആ നടൻ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ നടനെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന ഉദ്ദേശത്തോട് മാത്രമാണ് എത്തിയത്. ഞാൻ അന്നത് നിങ്ങളോട് പറഞ്ഞു. അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല. സംശയത്തിന്റെ നിഴലിൽ നിൽക്കാം. സംശയത്തിന്റെ നിഴലിൽ എന്റെ സഹപ്രവർത്തകനാണ്. സംശയത്തിനാണ് ദിലീപിനെ പുറത്തിറങ്ങാൻ അവസരം ഒരുക്കുന്ന ആരോപണമാണത്. അത് ആരോപണം. ഇപ്പോഴത്തെ നിലപാട് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെടുന്നു, അതിന്റെ പേരിൽ ഞങ്ങളുടെ കുടുംബത്തിലെ മറ്റൊരംഗത്തെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്കുണ്ടാകാവുന്ന ഒരു ആകാംക്ഷയും വേദനയും ദുഃഖവും ദിലീപിനെ അറസ്റ്റ് ചെയ്തതിൽ വേദനയുണ്ടെന്നാണോ ഇപ്പോഴും പറയുന്നത്? കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. അറസ്റ്റ് ചെയ്ത് വേദനിച്ചിട്ട് കാര്യമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്ത് ആരായാലും ശിക്ഷിക്കപ്പെടണം. അമ്മയുടെ നിലപാട് ഇപ്പോൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വ്യക്തമാക്കി കാണും. അതായത് ഇത് പ്രാഥമിക അംഗത്തിൽ നിന്നും ദിലീപിനെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാവരും എനിക്ക് നേരിട്ട് കണ്ട് വിവരങ്ങൾ അറിയണം. രാവിലെ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. ഈ മലയാള സിനിമയിൽ സ്ത്രീകൾക്കെതിരെ വലിയ ചൂഷണം നടത്തുന്നുണ്ടെന്നാണ് നടിമാരടക്കം പറയുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ സിനിമയിൽ? പ്രത്യേകിച്ച് അത് അവരോട് തന്നെ ചോദിക്കണം. അങ്ങനെ ചൂഷണം നടക്കുന്നുണ്ടെങ്കിൽ അത് അവരോട് തന്നെ അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ച് അറിയണം. പക്ഷേ രമ്യ നമ്പീശൻ ഇപ്പോഴും പറഞ്ഞത് ഓ ശരി ഞാൻ സംഘടനയുടെ ഒരു ബൈലോ നിങ്ങൾക്ക് വായിക്കാൻ തരാം. സംഘടനയുടെ ഒരു പ്രവർത്തന ഉദ്ദേശങ്ങൾ അതല്ല. അത് അങ്ങനെ അത്തരം കാര്യങ്ങൾ ഇടപെടേണ്ട ലോ ആൻഡ് ഓർഡർ ഉണ്ട്, പോലീസ് ഉണ്ട്. അത്തരം കാര്യങ്ങൾ പരാതിപ്പെടാൻ നമുക്ക് ഒരുപാട് അതോറിറ്റീസ് ഉണ്ട്. അവരാണ് അതിന് നടപടി.